ഡിയർ ഫ്രണ്ട്സ്, ബൈക്ക് പ്രേമികൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഇൻഫർമേഷനാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ബൈക്കുകൾക്ക് ഫിറ്റ് ചെയ്യുന്ന ഒരു RPM മീറ്ററാണിത്. ശ്രദ്ധിക്കുക, RPM മീറ്റർ നമ്മുടെ ബൈക്കിൽ ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ എൻജിൻ കംപ്ലൈൻറ്റ് നമുക്ക് ഒഴിവാക്കാൻ കഴിയും. ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുകയാണ്. RPM മീറ്റർ നമ്മുടെ ബൈക്കിൽ ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ എൻജിൻ കംപ്ലൈൻറ്റ് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. RPM മീറ്ററിൻ്റെ ഗുണങ്ങളും ഇത് എങ്ങനെ ഫിറ്റ് ചെയ്യാമെന്നുമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ വീഡിയോ മുഴുവനായും കാണുക. തീർച്ചയായും ബൈക്കിനെ സ്നേഹിക്കുന്നവർക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും. RPM മീറ്റർ എന്ന് വെച്ചാൽ റെവല്യൂഷൻ പെർ മിനിറ്റ്, അതായത് ഒരു മിനിറ്റിൽ എത്ര പ്രാവശ്യം കറങ്ങുന്നു. ഒരു മിനിറ്റിൽ 100 പ്രാവശ്യം കറങ്ങിയാൽ 100 RPM എന്ന് പറയുന്നു. നമുക്ക് ഇവിടെ അറിയേണ്ടത് നമ്മുടെ വാഹനത്തിന് എഞ്ചിന്റെ ക്രാങ്ക് ഷാഫ്റ്റ് ഒരു മിനിറ്റിൽ എത്ര പ്രാവശ്യം കറങ്ങാം. കറങ്ങുന്നത് കൂടുതലായാൽ നമ്മുടെ വാഹനത്തിന്റെ എഞ്ചിനെ ബാധിക്കും. ഈ RPM മീറ്റർ ഫിറ്റ് ചെയ്താൽ എഞ്ചിന്റെ കറക്കം അത് നമുക്ക് കൃത്യമായി അറിയാൻ പറ്റും. അതിലൂടെ നമുക്ക് എഞ്ചിൻ്റെ കംപ്ലൈൻറ്റ് ഒരു പരിധി വരെ തടയാൻ സാധിക്കും. ഈ മീറ്ററിൽ നോക്കിയാൽ തന്നെ കാണാം, മീറ്ററിൽ കാണുന്ന റെഡ് കളറിനപ്പുറത്തേക്കും നീഡിൽ പോയാൽ ഡേഞ്ചറാണ്. പോയാൽ എഞ്ചിൻ കൂടുതൽ കറങ്ങും എന്നർത്ഥം. ഇങ്ങനെ പോയാൽ എഞ്ചിൻ കംപ്ലൈൻറ്റ് വരാൻ സാധ്യത കൂടുതലാണ്. നമ്മൾ പലരും ബൈക്ക് സ്റ്റാർട്ടാക്കുന്ന സമയത്ത് സ്റ്റാർട്ടാക്കിയ ഉടനെ വെറുതെ ആക്സിലേറ്റർ കൊടുത്ത് റൈസ് ആക്കും. ഇങ്ങനെ ആക്സിലേറ്റർ കൂടുതലായി കൊടുക്കുമ്പോൾ എഞ്ചിന് കൂടുതൽ കറങ്ങുന്നുണ്ടോ എന്ന് നമുക്ക് അറിയാൻ സാധിക്കില്ല. ഇങ്ങനെയുള്ള സന്ദർഭത്തിലാണ് RPM മീറ്റർ നമുക്ക് ഉപകാരപ്പെടുന്നത്. ഇനി RPMനെ കുറിച്ച് ഉദാഹരണം. ഇപ്പോൾ ഞാൻ ആമസോണിൽ 700 RPM മോട്ടോർ എന്ന് സെർച്ച് ചെയ്യുകയാണ്. ഇപ്പോൾ ഇതിൽ വരുന്നത് 42,000 RPM മോട്ടോർ കാണാം. അതായത് ഒരു മിനിറ്റിൽ 42,000 റൗണ്ട് കറങ്ങുന്നു. അത്രക്കും സ്പീഡ് കൂടുതലാണ് ഈ മോട്ടോറിന്. ഇതിന് വിലയും കുറച്ച് കൂടുതലാണ്. 41,000 രൂപയാണ് ഇതിൽ കാണിക്കുന്നത്. തൊട്ടപ്പുറത്ത് നോക്കിയാൽ കാണാം 800 RPM, തൊട്ടപ്പുറത്തും 800 RPMൻ്റെ ഒരു മോട്ടോർ കാണാം. ഇങ്ങനെയാണ് RPMനെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇനി RPM മീറ്റർ നോക്കാം. ഇതിൽ 5 വയർ കാണാം. ഈ വയറൊക്കെ കാണുമ്പോൾ കൺഫ്യൂസ്ഡ് ആകേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിളാണ് ഫിറ്റ് ചെയ്യാൻ. ഇപ്പോൾ റോയൽ എൻഫീൽഡ് ബൈക്കിനാണ് ഞാൻ ഫിറ്റ് ചെയ്യുന്നത്. ഇത് കണ്ടാൽ മറ്റുള്ള ബൈക്കിനും ഫിറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ എങ്ങനെ ഫിറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഞാൻ ഹാൻഡിൽ ബാറിൽ കാണുന്ന 2 ബോൾട്ടിൽ ഒന്ന് അഴിച്ചാണ് ഞാനിത് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇതിൽ കാണുന്ന നീളത്തിൽ കാണുന്ന 2 വയർ കാണാം, ഒരു ബ്ലാക്കും റെഡും. ഇത് പാർക്ക് ലൈറ്റ് അഥവാ പൈലറ്റ് ലൈറ്റ് എന്നൊക്കെ പറയും. ഇതിൻ്റെ കണക്ഷനിലാണ് കൊടുക്കേണ്ടത്. ഇതിൻ്റെ കണക്ഷൻ ഇതിൽ കാണാം, ഒരു വൈറ്റ്, ഇതാണ് സോക്കറ്റ്. ഇതിൽ ഒരു വൈറ്റും ബ്ലാക്കും വയർ കാണാം. ഇത് റെഡ് കളർ വൈറ്റ് വയറിലും ബ്ലാക്ക് വയർ ബ്ലാക്കിലും കൊടുക്കുക. ഇതിനകത്ത് തിരികെ വെച്ച് കുറച്ച് ഗ്ലൂ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിൽ വരുന്ന ബ്ലാക്ക് വയർ ഇത് ഇഗ്നീഷൻ സ്വിച്ചിൻ്റെ ഈ സോക്കറ്റിൽ കൊടുക്കുക. ഇത് ഇഗ്നീഷൻ സ്വിച്ചിൻ്റെ സോക്കറ്റാണ്. ഇഗ്നീഷൻ സ്വിച്ച് അഥവാ കീ സ്വിച്ച്. ഇതിൽ കാണുന്ന വൈറ്റ് ലൈൻ വയറിൽ ഈ ബ്ലാക്ക് വയർ കൊടുക്കുക. ഇനി ഇതിൽ കാണുന്ന യെല്ലോ വയർ ഇത് ഈ സോക്കറ്റിൽ കണക്ട് ചെയ്യുക. ഇത് ഇഗ്നീഷൻ കോയിലിൽ നിന്ന് വരുന്നതാണ്. ഇതിന് വൈറ്റ് വയറിൽ കൊടുക്കുക. ഈ യെല്ലോ വയർ ഈ വൈറ്റ് വയറിൽ കൊടുക്കുക. ഇനി ലാസ്റ്റ് ഗ്രീൻ വയർ ആണുള്ളത്. ഈ ഗ്രീൻ വയർ നമ്മൾ കൊടുക്കേണ്ടത് മെറ്റൽ ബോഡിയിലാണ്. മെറ്റൽ ബോഡിയിൽ ഏതെങ്കിലും ഒരു സ്ക്രൂ അഴിച്ച് അവിടെ കണക്ട് ചെയ്താൽ മതി. ഇത്ര ഇത് ഫിറ്റ് ചെയ്യാനുള്ളൂ. ഫിറ്റിംഗ് വളരെ ഈസിയാണ്. ഇതിന്റെ ബാക്കി ഭാഗം ഞാനിത് ഫിറ്റ് ചെയ്തതിന് ശേഷം വീഡിയോ മറ്റൊരു ദിവസം ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ എനിക്ക് സമയമില്ലാത്തത് കാരണം ഞാൻ മറ്റൊരു ദിവസം ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു റിക്വസ്റ്റ് നിങ്ങളോട്, ബൈക്കുള്ള ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത്. അതുകൊണ്ട് പറ്റുമെങ്കിൽ താഴെ ഷെയർ ബട്ടണിൽ പ്രസ് ചെയ്ത് ഒന്ന് ഷെയർ ചെയ്യുക. എല്ലാവർക്കും ശുഭദിനം നേരുന്നു.